പറഞ്ഞു നിർത്തിയത് ആ വില്ലസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ക്ലാസ്സും കണ്ടിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വില്ലയിന്റെ ആക്ടിവിറ്റീസ്, അതുപോലെ രണ്ട് തരം ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്ന രണ്ട് തരം ലിക്വിഡ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ബ്ലഡും ലിംഫും അല്ലേ. ബ്ലഡ് ഏതൊക്കെ തരത്തിലുള്ള സബ്സ്റ്റാൻസസിനെയാണ് അബ്സോർബ് ചെയ്യുന്നത് ഡൈജഷന് ശേഷം? ആർക്കെങ്കിലും പറയാമോ? ഒരു സാധനം കൂടി ഉണ്ട്, വിട്ടുപോയി. അമിനോ ആസിഡ്. വെരി ഗുഡ്. അതായത് ഗ്ലൂക്കോസിന്റെയും, അതായത് കാർബോഹൈഡ്രേറ്റിന്റെയും പ്രോട്ടീനിന്റെയും എന്താണ് ഡൈജസ്റ്റഡ് ഫോംസിനെയാണ് ബ്ലഡ് അബ്സോർബ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ലിംഫ് എന്തിനെയൊക്കെ ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നത്? അത് എന്തിന്റെ ബൈ പ്രൊഡക്ട്സ് ആണ്? ഫാറ്റ്. ഓക്കെ. അപ്പൊ ഫാറ്റ് ഡൈജഷൻ എന്ന് പറയുന്നത്, അതിന് ഡൈജഷന് ശേഷം ഫാറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്നത് ലിംഫിലേക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇനി അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ബിഹൈൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന പേജ് നമ്പർ 27 ഭാഗമാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നന്നായിട്ട് മുന്നിൽ വെക്കുക. നോട്ട്ബുക്കും എന്തെങ്കിലും നോട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, ഒരു പെൻസിലൊക്കെ എടുത്ത് കൈവശം വെക്കുക. കാരണം ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോകാം. ഇനി ക്ലാസ്സിന് ശേഷം ഇതിന്റെ വീഡിയോ ടീച്ച്മെന്റ് ലിങ്കിലൂടെ നിങ്ങൾക്ക് സാധാരണ തരുന്നത് പോലെ ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും. അത് കാണാറുണ്ടോ എല്ലാവരും? അത് കാണണം. കാരണം അത് കാണണം എന്നുള്ളത് അത്യാവശ്യമാണ്. ചിലപ്പോൾ ഒരൊറ്റ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞ് അങ്ങ് കടന്നുപോയി കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിൽ നിൽക്കണം എന്നില്ല. അപ്പോൾ ഒന്ന് രണ്ട് തവണ ആ ക്ലാസ് കണ്ട് നിങ്ങൾ നോട്ട് എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു ഫുൾ കോർ ഐഡിയ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നോക്കാം എല്ലാവരും. പേജ് നമ്പർ 27 ആണെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, 27. അതിൽ ബിഹൈൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ആ ഭാഗം. നമ്മൾ ഓൾറെഡി അബ്സോർപ്ഷനെ കുറിച്ച് മനസ്സിലാക്കി. അത് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. മോറോവർ ഈ ഇൻറ്റസ്റ്റൈനില് ഈ സിമ്പിൾ ന്യൂട്രിയൻസ് ആയിട്ട് ഫുഡ് കൺവേർട്ടഡ് ആവുന്നുണ്ട്. ഇൻറ്റസ്റ്റൈൻ എത്തുമ്പോഴേക്കും ഫുഡ് വളരെ സിമ്പിൾ ന്യൂട്രിയൻസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് അബ്സോർബ് ചെയ്യാൻ എളുപ്പമാണ്. ഈ അബ്സോർബ് ചെയ്യുന്നത് പലപ്പോഴും കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എതിരായിട്ടുള്ള ഡയറക്ഷനിലാണ്. അപ്പോൾ ആ ഒരു ടേം അവിടെ പരിചയപ്പെടുത്തുന്നത്, അതായത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. നമ്മൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും ബയോളജിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. എന്താണ് ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? You have any idea about what do you mean by concentration gradient? ഒരു ഭാഗത്ത് കോൺസെൻട്രേഷൻ കൂടുതൽ, മറ്റൊരു ഭാഗത്ത് കോൺസെൻട്രേഷൻ കുറഞ്ഞത്. ഡെഫിനറ്റ്ലി. അതായത് രണ്ട് പോർഷൻസ് ഓഫ് മെയിൻലി ലിക്വിഡ്സ് ആണ്. പ്രധാനമായും ലിക്വിഡിനെ പറ്റിയാണ് നമ്മളിത് പറയുക. ഒരു ലിക്വിഡിൽ തന്നെ അത് നടുവിൽ ഒരു സെപ്പറേഷൻ വരികയും, അല്ലെങ്കിൽ സെപ്പറേഷൻ ഇല്ലാതെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടിയിരിക്കുന്നു. ഒരു സൊല്യൂഷനിലാണ് കൂടുതൽ ഇത് സംഭവിക്കുക. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സോൾവെന്റും ഒരു സൊല്യൂട്ടും ചേർന്നിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമ്മൾ ഉപ്പുവെള്ളം പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതായത് സലൈൻ വാട്ടർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കലക്കുകയാണ് ചെയ്യുക. പക്ഷേ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ നന്നായി ഇളക്കിയാൽ പോലും ആ വെള്ളത്തിന്റെ ചില ഭാഗങ്ങളിൽ ഉപ്പിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ. മറ്റ് ചില ഭാഗങ്ങളിൽ ഉപ്പിന്റെ കോൺസെൻട്രേഷൻ ചിലപ്പോൾ അടിയിലേക്ക് വരുമ്പോൾ ഉപ്പിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അത് നമ്മൾ ഉപ്പിട്ട് എത്രമാത്രം അതിനെ സ്റ്റിർ ചെയ്തു അല്ലെങ്കിൽ ഇളക്കി എന്നുള്ളതിന്. പക്ഷെ അല്പസമയം കഴിയുമ്പോൾ ഈ ഉപ്പിന്റെ കോൺസെൻട്രേഷൻ കൂടിയ ലിക്വിഡിന്റെ ഭാഗത്ത് നിന്ന് ഉപ്പ് എന്ത് ചെയ്യും? കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് പതിയെ മൂവ് ചെയ്യും. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാ ഭാഗത്തും ഉപ്പിന്റെ അളവ് ഒരേപോലെയാവും. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അതായത് ഏതെങ്കിലും ഒരു ലിക്വിഡിൽ നമ്മളൊരു സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ സൊല്യൂട്ട് ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നത് എപ്പോഴും കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് അനുസരിച്ചായിരിക്കും. അതായത് കോൺസെൻട്രേഷൻ എവിടെയാണോ കൂടുതൽ അവിടെ നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്തേക്ക് സബ്സ്റ്റാൻസസ് മൂവ് ചെയ്യും. ഇത് ലിക്വിഡിൽ മാത്രമല്ല കേട്ടോ, ഗ്യാസസിലും ഇത് വളരെ കോമൺ ആണ്. എയർ, ഉദാഹരണത്തിന് നമ്മൾ എയറിന്റെ കാര്യം എടുക്കാം. നമ്മൾ യഥാർത്ഥത്തിൽ ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് തന്നെയാണ് നമ്മുടെ ലോകത്തെ, അല്ലെങ്കിൽ നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലെ കാലാവസ്ഥ, വെതർ ശരിക്കും ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെതർ ശരിക്കും ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന്റെ ഡിഫറൻസ് ആണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമുക്കറിയാം അല്ലെ, ചില സമയത്ത് നല്ല മഴ പെയ്യുന്ന ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന, ന്യൂനമർദ്ദം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്.
അപ്പൊ അതെന്താണ് യഥാർത്ഥത്തിൽ ചൂട് കൂടി, അതായത് സൂര്യന്റെ ചൂട് കൂടുമ്പോൾ വളരെ ഹോട്ടായിട്ടുള്ള എയർ, അതായത് ചൂട് കൂടിയ വായു മേലേക്ക് പൊന്തും. ചൂട് കൂടിയ ഗ്യാസസ് എപ്പോഴും മേലേക്ക് പൊന്താനുള്ളൊരു ടെൻഡൻസി കാണും. ഇപ്പൊ കോഴിക്കോട് ടൗണിൽ ഭയങ്കര ചൂടാണെന്ന് വിചാരിക്കും. അപ്പൊ അവിടുത്തെ എയർ നന്നായിട്ട് ചൂട് പിടിക്കും, ആ എയർ മേലേക്ക് പൊന്തിപ്പോകും. അപ്പൊ അവിടെ എന്തു വരും? ആ എയർ മേലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് എന്തായി മാറും? എന്താണ് ഉണ്ടാവുക? എയർ മേലേക്ക് പൊന്തിപ്പോയി എന്ന് വിചാരിക്കുക, ചൂട് പിടിച്ചിട്ട്. അപ്പൊ അവിടെ എന്തുണ്ടാവും? ക്ലൗഡോ? ഒരിക്കലും അല്ല. ആ എയർ പോയ എയർ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് എന്ത് സംഭവിക്കും? പുതിയ എയർ വരണം അങ്ങോട്ടേക്ക് അല്ലേ? കാരണം എയർ എന്ന് പറയുന്നൊരു എയർ കോളമായിട്ടാണ്, അറ്റ്മോസ്ഫിയറിന്റെ പുറത്തേക്ക് എയറിന് പോകാൻ കഴിയുന്നത് എയർ കോളായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ കോഴിക്കോട് സിറ്റിന്റെ മേലെ ചൂട് പിടിച്ച എയർ മേലേക്ക് പൊന്തുമ്പോൾ അവിടെ ഒരു ഫ്രീ സ്പേസ് വരും. ഓക്കെ, എയർ കുറഞ്ഞ ഒരവസ്ഥ വരും. അവിടേക്ക് തണുത്ത കോൾഡ് എയർ മറ്റൊരു ഭാഗത്തു നിന്ന് വരും. ഓക്കെ, ഇതെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇങ്ങനെ വരുന്ന കോൾഡ് എയറിന്റെ കൂടെ റെയിൻ ക്ലൗഡ്സും കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് മഴ പെയ്യും. ദിസ് ഇസ് കോൾഡ് ഡിപ്രഷൻ അല്ലെങ്കിൽ ന്യൂനമർദ്ദം. അതാണ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ, നമ്മുടെ കോഴിക്കോട് ജില്ലയിലൊക്കെ ഇപ്പോൾ നല്ല മഴ കിട്ടാനുള്ള കാരണം. അത് ചൂട് കൂടുമ്പോഴാണ് ഇത് സംഭവിക്കുക. അപ്പൊ ട്രോപ്പിക്കൽ റീജിയൻസിലാണ് ഇത് കൂടുതൽ സംഭവിക്കുക. ഇതൊരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എക്സാമ്പിൾ ആണ്. ഡിഫറൻസ് ഇൻ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇനി ആഫ്രിക്കയിൽ സാധാരണ മഴ വളരെ കുറവാണ്, നമുക്കറിയാം അല്ലേ? അതേസമയം അറ്റ്ലാന്റിക് ഓഷ്യനിൽ കിടക്കുന്ന ഐലൻഡ്സിലൊക്കെ ഭയങ്കര മഴയായിരിക്കും. രണ്ടും ഏകദേശം ഒരേ എന്താ പറയുക ലാറ്റിറ്റ്യൂഡിൽ കിടക്കുന്ന, നിങ്ങൾ ട്രോപ്പിക്കൽ റീജിയൻ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതാണ്. പക്ഷെ ആഫ്രിക്കയിൽ മഴ കുറവ്, അറ്റ്ലാന്റിക് ഓഷ്യനിലെ ഐലൻഡ്സിൽ മഴ കൂടുതൽ. അതിന് കാരണം എന്തായിരിക്കും? ആഫ്രിക്ക എന്ന് പറഞ്ഞൊരു വാസ്റ്റ് എന്താ പറയുക, നമ്മൾ പറയുക ഒരു കോണ്ടിനെന്റ് ആണ്. അവിടെ എത്ര എയർ ചൂട് പിടിച്ച് മേലേക്ക് പൊന്തിയാലും അതിനനുസരിച്ച് കോൾഡ് എയർ വരാനുള്ള ഒരു എയർ സപ്ലൈ അവിടെ കുറവായിരിക്കും. കാരണം അത്രയും ലാർജ് ഏരിയയിലാണ് എയർ ചൂട് പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ മഴ കുറയും. അതേസമയം ചെറിയൊരു സ്ഥലത്താണ് എയർ ചൂട് പിടിച്ച് കിടക്കുന്നതെങ്കിൽ അവിടേക്ക് കോൾഡ് എയറിന് വരാനുള്ള ഇത് വളരെ എളുപ്പമായിരിക്കും. അറ്റ്ലാന്റിക് ഓഷ്യൻ ജനറലി വളരെ കോൾഡാണ്, തണുത്തതാണ്. അപ്പോൾ അതിലെ ഐലൻഡ്സ് ആണെങ്കിൽ കരയാണ്, ലാൻഡാണ്, ടെറസ്ട്രിയൽ ഏരിയ ആണ്. അത് ചൂട് പിടിച്ച് അവിടുത്തെ എയർ മേലേക്ക് പൊന്തുമ്പോൾ അറ്റ്ലാന്റിക് ഓഷ്യന്റെ കൂൾ എയർ പെട്ടെന്ന് വന്നിട്ട് അവിടെ മഴ പെയ്യും. ഇപ്പൊ യൂറോപ്പിലൊക്കെ ഇങ്ങനെ അതിശക്തമായിട്ടുള്ള ഫ്ലാഷ് റെയിൻസ് എന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് പെയ്യുന്ന മഴകൾക്കൊക്കെ കാരണം ഇതാണ്. നമ്മുടെ ഹിമാലയൻ റീജിയനിൽ ഇത് തന്നെ സംഭവിക്കാറുണ്ട്. ഹിമാലയത്തിൽ വളരെ കോൾഡ് എയർ ആണുള്ളത്. പക്ഷേ ഡൽഹി ആ ഭാഗത്തൊക്കെ ചിലപ്പോൾ നല്ല ചൂടായിരിക്കും. ഹിമാചൽ പ്രദേശിന്റെ സദേൺ പാർട്ടിലൊക്കെ നല്ല ചൂടായിരിക്കും. അപ്പോൾ അവിടുത്തെ ഹോട്ട് എയർ മേലേക്ക് പൊന്തും. ഹിമാലയൻ റീജിയനിൽ നിന്ന് വളരെ കൂളായിട്ടുള്ള എയർ വന്നിട്ട് അവിടെ മഴ പെയ്യും. സഡൻ റെയിൻസ് ഉണ്ടാവും. അങ്ങനെ നദികളിലൊക്കെ പെട്ടെന്ന് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്ന അവസ്ഥയാണ്. പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവും. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ വളരെ പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെ ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് അവിടെ ഒരുപാട് ആളുകൾ മരിക്കുകയും നാശനഷ്ടം ഉണ്ടായ സംഭവങ്ങൾ ഹിമാലയൻ റീജിയനിൽ അത് സ്ഥിരം ഒരു അവസ്ഥയാണ്. അപ്പൊ 3 തരം മോളിക്യുലാർ മൂവ്മെന്റ്സ് നമ്മൾ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ കാണാറുണ്ട്. ഒന്ന് സിമ്പിൾ ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഓരോന്നിന്റെ ഡെഫിനിഷൻ നമ്മൾ പിന്നീട് പറയാം. 3 തരം മൂവ്മെന്റ്സ് ആണ് നമ്മൾ സാധാരണ നമ്മുടെ ബോഡിയിൽ ഇൻറ്റസ്റ്റൈനിൽ കാണുക. അത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതായത് ഫ്രം ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ ആയിരിക്കും. അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ എനർജി വേണം. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനനുസരിച്ച് മൂവ് ചെയ്യാൻ എനർജി വേണ്ട. ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് എടുത്താൽ അവിടെ വെള്ളം മേലെ നിന്ന് താഴേക്ക് വീഴുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ എനർജി സപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? വെള്ളത്തിന്റെ കോൺസെൻട്രേഷൻ മേലെയാണ് കൂടുതൽ. അതുപോലെ അത് നമ്മുടെ എന്താ പറയുക ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ആ പവർ കൊണ്ട് വെള്ളം താഴേക്ക് വരുന്നതിന് നമ്മളായിട്ട് പ്രത്യേകിച്ച് എനർജി അതിന് സപ്ലൈ ചെയ്യുന്നില്ല. അതേസമയം നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് വാട്ടർ ടാങ്കിലേക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? എനർജി, ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? അത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എതിരെയാണ്. അതായത് താഴെ നിന്ന് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെള്ളം പമ്പ് ചെയ്ത് കയറ്റണമെങ്കിൽ വി നീഡ് ടു ഹാവ് ആൻ എക്സ്ട്രാ എനർജി ടു ബി സപ്ലൈഡ്. ഒരു എക്സ്ട്രാ എനർജി അവിടെ കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ കിണറ്റിലുള്ള വെള്ളം തനിയെ വാട്ടർ ടാങ്കിലേക്ക് പോകില്ല.
അവിടെ ഒരു എനർജി സപ്ലൈ ചെയ്യണം. അതുമായിട്ട് അപ്പോൾ ഈ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഇങ്ങനെ 3 തരം മോളിക്കുലാർ മൂവ്മെന്റ്സ് ആണ് നമ്മുടെ സാധാരണഗതിയിൽ ഈ നമ്മുടെ സെൽസിൽ കാണുക. അത് 3ഉം ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള മൂവ്മെന്റ്സ് ആണ്. അത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് അനുസരിച്ചുള്ള മൂവ്മെന്റ് ആണ്. ഇത് 3, സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും ഓസ്മോസിസ്. ദേ ആർ ഹാപ്പനിങ്. ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. ദേ ആർ ഹാപ്പനിങ് അക്കോർഡിംഗ് ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്, അതായത് from a region of higher concentration to the region of lower concentration. Okay. For this kinds of movements, no energy is required. അതും കൂടി ഓർത്തിരിക്കുക, എനർജിന്റെ ആവശ്യമില്ല. അപ്പൊ അത് ബോഡിക്ക് അത് എനർജി ചെലവാക്കുന്ന ഒരു പ്രോസസ് അല്ല, വളരെ എളുപ്പത്തിൽ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ ബ്രീത്തിങ്ങും അതുപോലെ തന്നെയാണ്. നമ്മൾ എയർ ഉള്ളിലേക്ക് എടുത്തു കഴിയുമ്പോൾ ലങ്സിൽ എയർ എത്തും. ലങ്സിനുള്ളിൽ എയറിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ലങ്സിന്റെ പുറത്തുള്ള ബ്ലഡ് വെസലിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പോൾ ലങ്സിൽ നിന്ന് ഓക്സിജൻ ഓട്ടോമാറ്റിക്കലി ബ്ലഡ് വെസലിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ബോഡിയിലെ ബ്ലഡിലേക്ക് ലങ്സിലെ ഓക്സിജൻ എത്തുന്നത്. ഇതെല്ലാം ആ രീതിയിലാണ് പറയുന്നത്. നമുക്ക് ഓരോന്നും അതായത് ഡിഫ്യൂഷൻ എന്താണെന്ന് നോക്കാം. അത് സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അവിടെ കൊടുത്തിട്ടുള്ള ഒരു ഡയഗ്രാം. പരീക്ഷയ്ക്ക് മിക്കവാറും ഈ ഡയഗ്രാം ഒക്കെ തന്നിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഡയഗ്രാം കാണുന്നുണ്ടല്ലോ, ഫിഗർ 2.5 കാണുന്നുണ്ടോ? അതിൽ നിങ്ങൾ കാണുന്നുണ്ട് ഹയർ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. ഇത് സംഭവിക്കും. അത് സെക്കൻഡ് ഡയഗ്രത്തിൽ കാണിക്കുന്നുണ്ട്. അല്പം കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവും. അതിന് കാരണം എന്താ? രണ്ട് സൈഡിലെയും പാർട്ടിക്കിൾസിന്റെ കോൺസെൻട്രേഷൻ ഈക്വൽ ആകും. അപ്പൊ മൂവ്മെന്റ് അവസാനിക്കും. പിന്നെ എവിടെയാണോ കുറയുന്നത് അതിനനുസരിച്ച് മൂവ്മെന്റ് നടക്കും. അതാണ് പറഞ്ഞിട്ടുണ്ട്, അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ടു ലാക്ടീൽ. ലാക്ടീൽ എന്ന് പറയുന്ന ലിംഫ് കാപ്പിലറീസ് ആണ്, വളരെ ചെറിയ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്ടീലിലേക്ക് മൂവ് ചെയ്യുന്നത് സിമ്പിൾ ഡിഫ്യൂഷന് ഉദാഹരണമാണ്. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രോം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. വേറെ ഒരു തടസ്സമില്ല. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നതിനെ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയും. അതിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് ഫാറ്റി ആസിഡിന്റെയും ഗ്ലിസറോളിന്റെയും ആ ഒരു മൂവ്മെന്റ്. അതായത് ഇൻറ്റസ്റ്റൈനിനുള്ളിൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടുതലായിരിക്കും ഡൈജഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പോയിട്ടുണ്ടാവും. അപ്പോൾ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക്, അതായത് ഇൻറ്റസ്റ്റൈനുള്ളിൽ നിന്ന് ലിംഫ് വെസൽസിലേക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോളും മൂവ് ചെയ്യും വിത്തൗട്ട് സപ്ലൈ ഓഫ് എനർജി. പക്ഷെ ഇതിൽ തന്നെ ഇവിടെ വേറെ മെംബ്രൈൻസോ കാര്യങ്ങളോ തടസ്സങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് മാത്രമേ വരുന്നു. അതേസമയം സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത ഒരു ലിക്വിഡ് ആണെന്ന് ഇരിക്കുക. ഒരു ലിക്വിഡ് തന്നെ അതിന് നടുവിൽ നമ്മളൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. എന്താണ് ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ? ആ വാക്കിന്റെ അർത്ഥം എന്താണ്? What does it mean? What do you mean by semi permeable membrane? എന്താ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാലല്ലേ മുന്നോട്ട് പോകും. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹലോ, ആർ യു സ്ലീപ്പിംഗ്? പറയൂ. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ പറഞ്ഞോളാം. എങ്ങനെ? അതായത് പറഞ്ഞ ഒരു പരിധി വരെ ശരിയാണ്. റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ് അനുവദിക്കുന്ന മെംബ്രെയിൻസിനെയാണ് നമ്മൾ സെമി പെർമിയബിൾ. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു മൂവ് ത്രൂ എന്നാണ് അർത്ഥം. അതായത് എല്ലാ മെംബ്രെയിൻസും ഫുള്ളി പെർമിയബിൾ അല്ല, ചില സാധനങ്ങളെ ബ്ലോക്ക് ചെയ്യും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉപ്പുമാങ്ങയെ കുറിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. മാങ്ങ നിങ്ങളൊരു ഉപ്പ് വെള്ളത്തിലിട്ട് ചുരുങ്ങിപ്പോവും. മാങ്ങ ഉപ്പ് വെള്ളത്തിലിട്ടാൽ ചുരുങ്ങിപ്പോവും. എന്തുകൊണ്ടായിരിക്കും?
മാങ്ങേന്റെ പുറമേയുള്ള Osmosis. മാങ്ങേന്റെ പുറമേയുള്ള തൊലി എന്ന് പറയുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അത് ലിക്വിഡ്സിനെ മാത്രം മൂവ് ചെയ്യാൻ അനുവദിക്കും. അപ്പൊ മാങ്ങേന്റെ ഉള്ളിൽ നിന്ന് നല്ല പ്യുവർ വാട്ടർ പുറത്തുള്ള ഉപ്പ് വെള്ളത്തിലേക്ക് മൂവ് ചെയ്യും. പുറത്ത് ഉപ്പ് വെള്ളമല്ലേ, അത് പ്യുവർ വാട്ടർ അല്ല. അപ്പൊ പ്യുവർ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതലും മാങ്ങയ്ക്കുള്ളിലായിരിക്കും. മാങ്ങയ്ക്കുള്ളിൽ നിന്ന് നല്ല പ്യുവർ വാട്ടർ എന്ത് ചെയ്യും, പുറമേയുള്ള സലൈൻ വാട്ടറിലേക്ക് മൂവ് ചെയ്യും. അപ്പൊ മാങ്ങ ചുളിഞ്ഞു പോകും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു ഡിഫ്യൂഷൻ എക്സാമ്പിൾ, സോറി, അത് ഓസ്മോസിന് എക്സാമ്പിൾ ആണ്. കാരണം സെമി പെർമിയബിൾ മെംബ്രെയിൻ അവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ട്. അപ്പം മെംബ്രെയിനിലൂടെയാണ് ഈ ഡിഫ്യൂഷൻ നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഓസ്മോട്ടിക് ഡിഫ്യൂഷൻ എന്നാണ് പറയുന്നത്. അതായത് സ്പ്രെഡ് ഓഫ് ഓർഡർ ഇൻ എയർ, അത് അതിനൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ സ്പ്രെഡ് ഓഫ് ഇങ്ക് ഇൻ വാട്ടർ, ഇതൊക്കെ പെർമിയബിൾ മെംബ്രെയിൻ അല്ലാതെ നടക്കുന്ന ഡിഫ്യൂഷൻ എക്സാമ്പിൾ ആണ്. പെർമിയബിൾ മെംബ്രെയിൻ്റെ സഹായത്തോടെ നടക്കുന്ന ഡിഫ്യൂഷനെയാണ് നമ്മൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഓസ്മോസിസ് എന്ന് പറയും. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓസ്മോസിസും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ സെയിം ആണ്. അതായത് ഓസ്മോസിസ് ഇസ് എ കൈൻഡ് ഓഫ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. പക്ഷെ മറ്റേ ഡിഫ്യൂഷൻ, സിമ്പിൾ ഡിഫ്യൂഷനിൽ ഇങ്ങനത്തെ യാതൊരു മെംബ്രെയിൻസും അതിൻ്റെ ഇടയിൽ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു എയർ ഫ്രഷർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിലേക്ക് മണം വരുന്നതും വെള്ളത്തിൽ മഷിത്തുള്ളി വീണ് കഴിഞ്ഞാൽ അത് മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നതും സിമ്പിൾ ഡിഫ്യൂഷന് എക്സാമ്പിൾ ആണ്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ മാങ്ങേൻ്റെ എക്സാമ്പിൾ ഓസ്മോസിസിന് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന് ഉള്ള ഒരു എക്സാമ്പിൾ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ഇത് രണ്ടും അബ്സോർബ് ചെയ്യുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് എന്ന് പറഞ്ഞു. അതേസമയം നമ്മുടെ നേരത്തെ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അതുപോലെ അമിനോ ആസിഡ് ഇതൊക്കെ അബ്സോർബ് ചെയ്യപ്പെടുന്നത് ഓസ്മോസിസ് വഴിയാണ്, അതായത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ്. ഓക്കെ, അത് ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അടുത്ത പേജ് നമ്പറിൽ ഓസ്മോസിസിനെ കുറിച്ചും പറയുന്നുണ്ട്. പേജ് നമ്പർ 28 ഓസ്മോസിസ്. ഓസ്മോസിസ് മെയിനായിട്ട് വാട്ടർ അബ്സോർപ്ഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ തന്നെയാണ് ഓസ്മോസിസ്. പക്ഷെ അത് വാട്ടർ അബ്സോർബ് ചെയ്യപ്പെടുമ്പോൾ അതിനെ നമ്മൾ ഓസ്മോസിസ് എന്ന് പറയും. മറ്റ് പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്യപ്പെടുമ്പോഴാണ് കൂടുതൽ മറ്റേ ടേം ഉപയോഗിക്കുക, അതായത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. ഓസ്മോസിസ് ഇസ് എ ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, അത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വാട്ടറിന്റെ മൂവ്മെന്റ് ആണ്. നമ്മുടെ ബോഡിയിൽ നമുക്കറിയാലോ, നമ്മുടെ സെൽസിനൊക്കെ വാട്ടർ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ ആ സെൽസ് എല്ലാം വാട്ടർ ഇംബൈബ് ചെയ്തെടുക്കുന്നത്, അബ്സോർബ് ചെയ്തെടുക്കുന്നത് ഈ ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ്. അവിടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ട് ആരാക്ട് ചെയ്യും? സെൽസ് വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ ആരായിരിക്കും സെമി പെർമിയബിൾ മെംബ്രെയിൻ? ആരായിരിക്കും? അഭിനന്ദ് എന്തോ പറയാൻ പോകുന്നുണ്ട്, പറഞ്ഞോളൂ. നമ്മുടെ സെൽസ് വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ അവിടെ സെമി പെർമിയബിൾ മെംബ്രെയിനായി ആക്ട് ചെയ്യുന്നത് ആരായിരിക്കും? സെൽ വാള്, അനിമൽ സെല്ലിന് സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്ന സെൽ മെംബ്രെയിൻ ആണ്. ഓക്കെ, അവിടെ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുക. ഓസ്മോസിസ് ഈസ് ദ diffusion of water through semi-permeable membrane. Facilitated diffusion is the diffusion of any substance through semi-permeable membrane. Simple diffusion is the diffusion of a substance without the semi-permeable membrane. വ്യത്യാസം മനസ്സിലായോ? Yes. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന മറ്റൊരു പ്രോസസ്സാണ് അടുത്തതായിട്ട് പറയുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് എനർജി യൂസ്, ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു. പക്ഷെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ നേരെ തിരിച്ചാണ്. അത് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നു. അതിന് എന്ത് വേണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? എനർജിന്റെ സപ്ലൈ തീർച്ചയായിട്ടും അതിന് വേണം. Without energy, no active transport will take place. അതിന് എനർജി ആവശ്യമുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ചെയ്യാനും പറ്റില്ല.
സിമ്പിൾ ഡിഫ്യൂഷൻ എല്ലാ കാര്യങ്ങളിലും നടക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. ചില കേസിലൊക്കെ നമ്മുടെ ബോഡി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതിനായിട്ട് എനർജിയും ഉപയോഗിക്കുന്നുണ്ട്. സോ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഇസ് ദ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം ദി റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ by the utilization of energy. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. And this process happens against the concentration gradient. Concentration gradientന് എതിരെയാണ് ഈ പ്രോസസ് നടക്കുക. നമ്മൾ ഇതിനു മുമ്പ് കണ്ട സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ് ഒക്കെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അനുസരിച്ച് നടക്കുന്ന പ്രോസസ്സസ് ആയിരുന്നു. പക്ഷെ ഇത് മാത്രം ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനെതിരെ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതില് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ ഡൈജഷൻ, ഒരാൾ ഭക്ഷണം കഴിക്കുന്ന കുറവാണെന്ന് വിചാരിക്കും, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അയാളുടെ ബോഡിയിൽ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കുറയും, സാൾട്ട്സിന്റെ എമൗണ്ട് കുറയും. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം പോലുള്ള സാൾട്ടുകളൊക്കെ നമ്മുടെ ബോഡിക്ക് വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ കുറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഈ ഇൻറ്റസ്റ്റൈനിനുള്ളിലേക്ക് എത്തുന്ന ഈ ഗ്ലൂക്കോസും സാൾട്ട്സും ഒക്കെ വളരെ കുറഞ്ഞു പോകും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് നടത്താൻ പറ്റില്ല? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴി അബ്സോർബ് ചെയ്യാൻ ബോഡിക്ക് സാധിക്കില്ല. അപ്പോൾ ബോഡി തന്നെ അതിനെ നേരെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലേക്ക് സ്വിച്ച് ചെയ്യും. അപ്പോൾ സെല്ലിന്റെ ആവശ്യം അനുസരിച്ച് എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോഡി തന്നെ ഈ സബ്സ്റ്റാൻസസ് കിട്ടുന്നിടത്ത് നിന്ന് വലിച്ചെടുക്കും. ഇൻറ്റസ്റ്റൈനിൽ ഇല്ല, ആള് ഭക്ഷണം കഴിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ അയാൾ മെലിഞ്ഞു പോകുന്നത്. കാരണം അയാൾ ലീനായി പോകാൻ കാരണമാണ്. അയാൾ സ്റ്റാർവ് ചെയ്യുന്ന സമയത്ത് അയാളുടെ ഇൻറ്റസ്റ്റൈൻ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസും മറ്റു സാധനങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ ബോഡി കിട്ടുന്ന സെൽസിൽ നിന്നും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി, അതായത് എനർജി യൂസ് ചെയ്തുകൊണ്ട് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനെതിരായിട്ട് സബ്സ്റ്റാൻസസ് അബ്സോർബ് ചെയ്യുന്നു. കൂടുതലും ഗ്ലൂക്കോസും സാൾട്ട്സും ആണ്. അവിടെ അതിന് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എനർജിയും നമ്മുടെ ബോഡിക്ക് ചിലവാകും, ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റും ബോഡിക്ക് ചിലവാകും. അപ്പം ആള് മൊത്തത്തിൽ മെലി. ദിസ് ഇസ് വൈ സ്റ്റാർവേഷൻ ലീഡ്സ് ടു ദ ലോസ് ഓഫ് ഒബിസിറ്റി. തടി പറയാൻ പട്ടിണി കിടക്കുന്നത് നല്ലതാണ് എന്ന് പറയാൻ കാരണമാണ്. പക്ഷെ അത് അത്ര ഹെൽത്തി പ്രോസസ്സ് അല്ല. കാരണം ബോഡി ഒരുപാട് എനർജി അതിനുവേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിനെതിരെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അതൊക്കെ വേറെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, റെഡിയാണല്ലോ? അപ്പോൾ ഇത്രയും ഭാഗം വീഡിയോ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും നോട്ട് എഴുതണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, കെമിസ്ട്രിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഒരു സെക്കൻഡ് കേട്ടോ. അപ്പം നമുക്ക് കെമിസ്ട്രിയിലേക്ക് കിടക്കാം. സോറി, പോളാർ നേച്ചർ എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഓൾറെഡി ഇലക്ട്രോനെഗറ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞു, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞു. നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ പോളാർ നേച്ചർ ഓഫ് കോമ്പൗണ്ട്സ്. എന്താണ് പോളാർ നേച്ചർ? അതിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും പേജ് നമ്പർ 35 എടുക്കുക. അതിൽ പോളാർ നേച്ചർ എന്ന് പറയുന്ന ഭാഗം കെമിസ്ട്രിയിൽ. ഇപ്പോൾ 2 ആറ്റംസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് 2 ആറ്റംസ് ചേർന്നിട്ട്, സെയിം എലിമെന്റിന്റെ 2 ആറ്റം ചേർന്നിട്ട് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാണ് എന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ അല്ലെങ്കിൽ നൈട്രജൻ, ഇത് 2 ആറ്റംസ് ചേർന്നിട്ട് ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കും. സെയിം ആറ്റത്തിന്റെ, സെയിം എലിമെന്റിന്റെ 2 ഡിഫറെന്റ് ആറ്റംസ്. അപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ അത് H2 ആയിരിക്കും, നൈട്രജൻ ആണെങ്കിൽ N2 ആയിരിക്കും. അവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എത്രയായിരിക്കും? രണ്ടും ഒരു ആറ്റം തന്നെയാണ്. 0, ഡെഫിനറ്റ്ലി 0 ആണ്. കാരണം രണ്ടിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ, ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലിൽ ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ സെയിം നമ്പർ മൈനസ് സെയിം നമ്പർ വിൽ റിസൾട്ട് ഇൻ 0. നമുക്കറിയുന്ന കാര്യമാണ്, 0 ആയി. പക്ഷേ മറ്റ് കോമ്പൗണ്ട്സിൽ, അതായത് അപ്പം ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ, അതായത് സെയിം എലിമെന്റിന്റെ ഡിഫറെന്റ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ഹോമോ ഡയാറ്റോമിക് മോളിക്യൂൾസ്. ഹോമോ മീൻസ് സെയിം, ഡയാറ്റോമിക് മീൻസ് 2 ആറ്റംസ്, മോളിക്യൂൾസ് നമുക്കറിയുന്ന കാര്യം.
ഹോമോ ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ ഇപ്പോൾ 1 മാർക്കിന് ചോദിക്കും, റൈറ്റ് 1 എക്സാമ്പിൾ ഫോർ എ ഹോമോ ഡയാറ്റോമിക് മോളിക്യൂൾ. എഴുതാൻ പറ്റില്ലേ? ആൻസർ പറയൂ. H2, N2, O2, Cl2, അങ്ങനെ അതായത് ഡയാറ്റോമിക് ആയിട്ട് നിൽക്കുന്ന എല്ലാ ആറ്റംസും ഈ ഹോമോ ഡയാറ്റോമിക് ആയിരിക്കും, സെയിം എലിമെന്റ് ആണെങ്കിൽ. പക്ഷെ മറ്റ് കോമ്പൗണ്ട്സിൽ ഇതിങ്ങനെയല്ല. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതായത് മറ്റ് കോമ്പൗണ്ട്സിൽ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് അവിടെ ഉണ്ടാകും. അപ്പോൾ HCl തന്നിരിക്കുന്നു. നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. HCl മേലെയുള്ള തൊട്ട് മേലത്തെ പേജിലെ ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ തന്നെ നോട്ട്ബുക്ക് എടുക്കുക എല്ലാവരും. എന്നിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. HCl ആണ്. ഹൈഡ്രജന്റെ എത്രയാണ്? ഓക്കെ, ഹൈഡ്രജന്റെ എത്രയാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി? ഓക്കെ, Cl-ന്റേതോ? അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുത്തു കഴിയുമ്പോൾ എത്രയാണ് കിട്ടിയത്? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അതവിടെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് ഹൈഡ്രജൻ, വാട്ട് ഇസ് ദ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് ക്ലോറിൻ, ഒക്കെ അവിടെ ചോദിച്ചിട്ടുണ്ട്. The atomic nucleus of which of these elements has a greater tendency to attract the shared pair of electrons? ഇതിൽ ഈ രണ്ടെണ്ണത്തിൽ ആരായിരിക്കും ഷെയർഡ് പെയറിനെ കൂടുതൽ അട്രാക്ട് ചെയ്യുക? ക്ലോറിൻ ആയിരിക്കും തീർച്ചയായിട്ടും. കാരണം ക്ലോറിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ള എലിമെന്റ് ആയിരിക്കും കൂടുതൽ അട്രാക്ട് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ക്ലോറിൻ ഇവിടെ കൂടുതലായി അട്രാക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ തൊട്ടടുത്ത പേജിൽ നിങ്ങൾ നോക്കുക, അതിന് മേലെ നോക്കുക, റൈറ്റ് സൈഡിൽ ക്ലോറിൻ ആറ്റം ഹാവിംഗ് എ ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി അട്രാക്ട്സ് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ്. അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ആസ് എ റിസൾട്ട് ദ ക്ലോറിൻ ആറ്റം ഇൻ ഹൈഡ്രജൻ ക്ലോറൈഡ് ഡെവലപ്സ് എ പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. നമുക്കറിയുന്ന കാര്യമാണ്, കോവാലന്റ് ബോണ്ടുകൾക്കുള്ളിൽ സാധാരണ നെഗറ്റീവ് ചാർജ് ഉണ്ടാവാറില്ല. അയോണിക് കോമ്പൗണ്ടിൽ മാത്രമാണ് നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. മറ്റേത് വെറും ഷെയറിംഗ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ അതിന് ചെറിയൊരു തിരുത്താണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഈ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ, ഫ്ലൂറിൻ പോലുള്ള ആറ്റംസ് ഉണ്ടാക്കുന്ന കോവാലന്റ് കോമ്പൗണ്ടുകളിൽ എന്ത് സംഭവിക്കും? അവർ മറ്റേ ഇലക്ട്രോൺ പെയറിനെ അവരുടെ നേരെ വലിച്ച് അടുപ്പിക്കും. സോ ഇറ്റ് അട്രാക്ട്സ് ദ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് മോർ ദാൻ ദി അതർ ആറ്റം. കൂടെയുള്ള മറ്റേ ആറ്റത്തിനേക്കാൾ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഈ ക്ലോറിൻ ഇതിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലോറിൻ ഒരു ചെറിയ നെഗറ്റീവ്, ഫുൾ നെഗറ്റീവ് ചാർജ് അല്ല, ഒരു ചെറിയ നെഗറ്റീവ് ചാർജ് അവിടെ വരുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ഡെൽറ്റ നെഗറ്റീവ് ചാർജ്. ആ സിമ്പിൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കും. ഡെൽറ്റ സിമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഡെൽറ്റ മൈനസ് എന്നാണ് പറയുന്നത്, ഡെൽറ്റ നെഗറ്റീവ് ചാർജ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റം അപ്പൊ എന്തായി മാറും? ക്ലോറിൻ ഡെൽറ്റ നെഗറ്റീവ് ആണെങ്കിൽ ഹൈഡ്രജൻ എന്തായിരിക്കും? എന്ത് പോസിറ്റീവ്? ഡെഫിനറ്റ്ലി ഡെൽറ്റ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂളിനെ എഴുതുന്നത് ആ താഴെ കാണിച്ചിരിക്കുന്ന വിധത്തിലാണ്. ഹൈഡ്രജൻ ഒരു വര ഇട്ടിട്ട് ക്ലോറിൻ എഴുതും. കാരണം ഒരു വര ഇടാൻ കാരണം എന്താ? വൺ ഹൈഫൻ സിംഗിൾ ബോണ്ട് ആയിരുന്നു. തീർച്ചയായിട്ടും ഒരു ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോണേ അവിടെ ഉള്ളൂ. അതിൽ എച്ചിന്റെ മേലെ നിങ്ങൾ ഡെൽറ്റ പോസിറ്റീവ് എന്ന് എഴുതും, Cl-ന്റെ മേലെ ഡെൽറ്റ നെഗറ്റീവ് എന്ന് എഴുതും. ഇതാണ് അതിന്റെ കറക്റ്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഡെൽറ്റ പോസിറ്റീവും ഡെൽറ്റ നെഗറ്റീവും സാധാരണഗതിയിൽ എന്താണ് ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ ഒരു ചാർജിന്റെ ഡിസ്പ്ലേ ഉണ്ടാവില്ല. അതായത് ചാർജ് ഇവിടെ ആക്ട് ചെയ്യുന്നില്ല. കാരണം രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ചാർജ് അവിടെ ഉണ്ട്, പക്ഷെ ഹൈഡ്രജനും ക്ലോറിനും പരസ്പരം ഡെൽറ്റ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് കിട്ടുന്നതുകൊണ്ട് കുറേയൊക്കെ അത് ന്യൂട്രലൈസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ചെറിയൊരു നെഗറ്റീവ് ചാർജ് ആയിരിക്കും കൂടുതൽ. അതിന് കാരണം എന്താ? സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് കൂടുതലായിരിക്കും. അതിന് കാരണം എന്തായിരിക്കും? ക്ലോറിൻ എന്ത് കൂടുതലാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് ചെറിയൊരു നെഗറ്റീവ് നേച്ചർ ആ കോമ്പൗണ്ടിന് ഉണ്ടാവും. അങ്ങനെ ഒരു കോമ്പൗണ്ടിനുള്ളിൽ പാർഷ്യൽ ഇലക്ട്രിക് ചാർജസ് ഡെവലപ്പ് ചെയ്ത ടൈപ്പ് മോളിക്യൂൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളാർ കോമ്പൗണ്ട്സ്. മനസ്സിലാവുന്നുണ്ടോ? വിത്തിൻ ദ കോമ്പൗണ്ട് there is a kind of partial electric charges. അതായത് we cannot call it a full electric charge. ഒരു കംപ്ലീറ്റ്ലി ചാർജ്ഡ് ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല, എന്നാൽ ചെറിയൊരു ചാർജ് ഉണ്ട് അല്ലേ?
ചില സ്വിച്ച് ബോർഡിൽ നിങ്ങൾ മഴക്കാലത്തൊക്കെ പോയിട്ട് പ്രസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഷോക്ക് അടിക്കാറുണ്ട്, ചിലപ്പോൾ എർത്തൊക്കെ മോശമാണെങ്കിൽ. അനുഭവപ്പെട്ടിട്ടുണ്ടോ? പഴയ വീട്ടിലൊക്കെ താമസിക്കുന്നവർക്കറിയാം. ചില സ്വിച്ച് ബോർഡിൽ ചെറിയൊരു തരിപ്പ് വരും. ഫുൾ ഷോക്കും അല്ല, ഇലക്ട്രിക് ഷോക്ക് അടിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അവിടെ ചെറിയൊരു ഷോക്ക് ഉണ്ട്. അതേ ഒരവസ്ഥ. പോളാർ കോമ്പൗണ്ട്സ് ആർ കോവാലന്റ് കോമ്പൗണ്ട്സ് ഹാവിംഗ് പാർഷ്യൽ ഇലക്ട്രിക് ചാർജസ് വിത്തിൻ ദ കോമ്പൗണ്ട്. പുറമേക്ക് അധികം ഡിസ്പ്ലേ വരുന്നില്ല, കോമ്പൗണ്ടിനുള്ളിലാണ്. അപ്പൊ അത്തരം ഒരു ബ്രില്യൻറ്റ് പോളാർ കോമ്പൗണ്ട് ആണ് നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത്, വെള്ളം. വെള്ളത്തിന് ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ്ലി ഒരു ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു കോമ്പൗണ്ടാണ്. അതിന് കാരണം എന്തായിരിക്കും? വെള്ളത്തിന്റെ സ്ട്രക്ചർ നമുക്ക് അറിയാലോ, H2O ആണ് അല്ലേ? 2 ഹൈഡ്രജൻ വന്നിട്ട് ഓക്സിജനുമായിട്ട് എന്താണ് 2 ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിരിക്കുകയാണ്. ശരിയല്ലേ? അങ്ങനെയല്ലേ വാട്ടർ? ഒരു ഹൈഡ്രജൻ ഒരു പെയറിനെ ഷെയർ ചെയ്യും, അടുത്ത ഹൈഡ്രജൻ അടുത്ത പെയറിനെ ഷെയർ ചെയ്യും. അങ്ങനെ 2 ബോണ്ടം. ഓക്സിജന്റെ എന്താ നമ്മൾ പറയാ, ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 2 ആണ്. അതായത് 2 ഇലക്ട്രോൺ അതിന് ഡൊണേറ്റ് ചെയ്യാൻ കഴിയും, ഷെയർ ചെയ്യാൻ കഴിയും. ഹൈഡ്രജന് 1 ഉള്ളൂ. ഹൈഡ്രജൻ ഒരെണ്ണത്തിനെ വീതം ഷെയർ ചെയ്ത് 2 ബോണ്ടഡ് പെയർ അവിടെ കാണാം. അതുകൊണ്ട് തന്നെ വാട്ടർ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പോളാർ കോമ്പൗണ്ട് ആണ്. കാരണം ഓക്സിജൻ അത്യാവശ്യം ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. നിങ്ങൾ ആ സ്കെയിൽ നോക്കിയാൽ കാണാം. ഓക്സിജന്റെ ഫ്ലൂറിൻ കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ ഓക്സിജന്റേതാണ്. ശരിയല്ലേ? ഫ്ലൂറിൻ കഴിഞ്ഞാൽ സെക്കൻഡ് പ്ലേസിൽ വരുന്നത് ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിജൻ ഇൻവോൾവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഒക്കെ തന്നെ ഹൈലി ഡെൽറ്റ നെഗറ്റീവ് ആയിരിക്കും. വാട്ടർ ആണെങ്കിലോ വളരെ ഹൈലി ഡെൽറ്റ നെഗറ്റീവ് ആയിരിക്കും. കാരണം ഓക്സിജന്റെ കൂടെ അവിടെ ഉള്ളത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ അത്ര ശക്തിയൊന്നും ഇല്ലാത്ത കെമിക്കൽ റിയാക്ഷനിൽ ഈസി ആയിട്ട് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പാവം കോമ്പൗണ്ട് ആണ് ആര്? ഹൈഡ്രജൻ. പാവം മാത്രമാണ്. ഹൈഡ്രജൻ ഇസ് എ വെരി, നമ്മൾ സാധാരണ ഒരു നാട്ടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ ഇസ് എ കൈൻഡ് ഓഫ് വെരി വളരെ പാവപ്പെട്ട ഒരു ഇന്നസെന്റ് ആറ്റാണ്. അത് ആര് ചോദിച്ചാൽ അതിന്റെ ആകെയുള്ള ഒരു ഇലക്ട്രോൺ എടുത്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഓക്സിജനും ഹൈഡ്രജനും ഇൻവോൾവ് ചെയ്തിട്ടുള്ള എല്ലാ കോമ്പൗണ്ട്സും നല്ല പോളാർ കോമ്പൗണ്ട്സ് ആയിരിക്കും. ഇപ്പോൾ വാട്ടർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കിയാൽ കാണാൻ ടെക്സ്റ്റ് ബുക്കിൽ വാട്ടർ ഇസ് എ പോളാർ മോളിക്യൂൾ. അതുകൊണ്ട് തന്നെ വാട്ടറിന് പോളാർ നേച്ചർ ഉണ്ട്. എന്താണ് ഈ പോളാർ നേച്ചർ എന്ന് പറഞ്ഞാൽ അത് നല്ല സോൾവെന്റ്സ് ആയിരിക്കും. ഓക്കെ, പോളാർ നേച്ചറുള്ള കോമ്പൗണ്ട്സ് എല്ലാം നല്ല സോൾവെന്റുകളായിരിക്കും. കാരണം അതിനുള്ളിൽ ഈ ചെറിയ ചാർജ് നിലനിൽക്കുന്നുള്ളത് കൊണ്ട് അതിനുള്ളിൽ ഇഷ്ടംപോലെ ഇന്റർ മോളിക്യുലാർ സ്പേസ് ഉണ്ടാവും. കാരണം ചെറിയൊരു ചാർജ് അതിൽ പ്രസന്റ് ആയിരിക്കുന്നത് കൊണ്ട് ഹൈഡ്രജൻ ഒക്കെ പരസ്പരം വല്ലാതെ അകന്നിട്ടാണ് നിൽക്കുക. ഹൈഡ്രജൻ 2 എണ്ണം അടുത്ത് വന്ന് നിൽക്കൂല. കാരണം എന്താ? സെയിം ചാർജ് ആണ്, അവർ റിപ്പൽ ചെയ്യും. ശരിയല്ലേ? അതുകൊണ്ട് ഹൈഡ്രജൻ പരമാവധി മാറി നിൽക്കും, ഓക്സിജനും പരമാവധി അതിൽ നിന്ന് മാറി നിൽക്കും. അപ്പൊ ഇതിന്റെ ഇടയിൽ നല്ലൊരു സ്പേസ് ഉണ്ട്. ഓക്സിജനും ഹൈഡ്രജനും ഇടയ്ക്കുള്ള ഈ അകലമുള്ളത് കൊണ്ട് വാട്ടർ ഇസ് എ വെരി ഗുഡ് സോൾവെന്റ്. ഇറ്റ്സ് കോൾഡ് ദ യൂണിവേഴ്സൽ സോൾവെന്റ് ഡ്യൂ ടു ഇറ്റ്സ് ഹൈ പോളാർ നേച്ചർ. വളരെ ഹൈലി പോളാർ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് വാട്ടർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, പോരാത്തതിന് അതൊരു ലിക്വിഡുമാണ്. അത് ലിക്വിഡും കൂടെ ആയതുകൊണ്ട് അതിന് ഹൈ പൊളാരിറ്റി ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, പറഞ്ഞോളൂ എന്താണ്? എല്ലാ കോവാലന്റ് കോമ്പൗണ്ട്സിനും മൈനർ പൊളാരിറ്റി ഉണ്ടാവും. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസിനനുസരിച്ചിരിക്കും. ഡിഫറൻസ് ഹൈ ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും? എല്ലാം തന്നെ പോളാർ കോമ്പൗണ്ട് ആണ്. പക്ഷെ അത് കൂടുതൽ ഹൈലി പോളാർ നമ്മൾ പറയുന്നത് കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസസ് ഉള്ളപ്പോഴാണ്. ഫ്ലൂറിൻ ഓക്സിജൻ ഒക്കെ ഫോം ചെയ്യുന്ന മിക്കവാറും കോമ്പൗണ്ട്സ് എല്ലാം വളരെ ഹൈലി പോളർ ആയി. കാരണം അതിന് മറ്റേ ആയിട്ടുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസും ഹൈ ആയി. കാരണം ഇതിന്റെ വാല്യൂ ഏകദേശം 3.9 സംതിങ് എത്തുന്നില്ലേ? ആ 2 എലിമെന്റ്സിനെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഓക്സിജനും ഫ്ലൂറിനും. ഇത് രണ്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോളാർ കോമ്പൗണ്ട്സ് ഉണ്ടാകും. ഓക്കെ, നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് ഫ്ലൂറൈഡ്സ് ആണ്, ഫ്ലൂറിൻ കോമ്പൗണ്ടുകളാണ്. അപ്പോൾ അത് ഹൈലി പോളാർ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ പല്ലിനിടയിലുള്ള എന്ത് ടൈപ്പ് വേസ്റ്റിനെയും അത് എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. നല്ല സോൾവെന്റ് അല്ലേ? പോളാർ ആണെങ്കിൽ സോൾവെന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഫ്ലൂറൈഡ് കലർന്നിട്ടുള്ള സബ്സ്റ്റാൻസസ് നമ്മൾ പല്ല് തേക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പേസ്റ്റിൽ വേറെ ഒന്നുമില്ല, ഫ്ലൂറൈഡ് മാത്രമേ ഉള്ളൂ. പല കമ്പനികൾ പല മണവും രുചിയും ഒക്കെ കൊടുത്തിട്ട്
അതിൻ്റെ ടേസ്റ്റ് മാറ്റാനുള്ള ഫ്ലേവേഴ്സ് ഒക്കെ ചേർത്ത് ഇറക്കുന്നു എന്നുള്ളതിന് ബേസിക് കണ്ടന്റ് ഇസ് സെയിം. നിങ്ങൾ കോൾഗേറ്റ് വാങ്ങിയാലും നമ്പൂതിരി ഗന്ധധാവന ചൂർണം വാങ്ങിയാലും വട്ടവർ എന്തിലൊക്കെ നമ്മൾ പറയില്ല, ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി അല്ലെങ്കിൽ ഷോപ്പിൽ കയറി ഇതിൽ ഏത് പേസ്റ്റാണ് നല്ലതെന്ന് നമ്മൾ അന്വേഷിക്കും അല്ലേ? ബട്ട് ജനറലി ഏത് പേസ്റ്റ് ആണെങ്കിലും സെയിം ആണ്, അതിൻ്റെ കണ്ടന്റ് സെയിം ആണ്. പിന്നെ ചെറിയ ഫ്ലൂറൈഡ് വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ പറയുന്നുണ്ട് നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ, അതേപോലെ തന്നെ ഫ്ലൂറൈഡ് കണ്ടന്റ് കൂടുതലുള്ള ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു യൂസ് ഇറ്റ് ഫോർ എ ലോങ് ടൈം. നിങ്ങൾ നമ്മൾ ഇന്ത്യയിലുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ ഒക്കെ പുറത്തുള്ള കവറിൽ അത് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു നിയമമുണ്ട്, അതായത് നമ്മൾ ഫ്ലൂറൈഡ് കണ്ടന്റ് ടൂത്ത് പേസ്റ്റിന് മേലെ കവറിൽ എഴുതിയിരിക്കണം. വളരെ ചെറിയ അക്ഷരമാണ്, അവർ ഏറ്റവും ചെറിയ അക്ഷരത്തിൽ അത് എഴുതുള്ളൂ. അതായത് കോടതിയൊക്കെ പറയണ അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്സ് ഒക്കെ അവർ ഏറ്റവും ചെറുതായിട്ട് എഴുതി വയ്ക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ഹാൻഡ് ലെൻസ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ ഇവരുടെ എഴുത്ത് പലപ്പോഴും കാണുള്ളൂ. വളരെ കഷ്ടമാണ് അല്ലേ? എന്തെങ്കിലും നിയമപ്രകാരമുള്ള അറിയിപ്പുകളൊക്കെ, അതായത് സിഗരറ്റ് പാക്കറ്റിന്റെ മേലെ സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാനേ പറ്റാത്ത അത്രയും ചെറുതായിട്ടായിരിക്കും. പെട്ടെന്ന് ആരും കാണരുത്, നിയമപ്രകാരം എഴുതുകയും വേണം, ആരും കാണാനും പാടില്ല എന്നുള്ളൊരവസ്ഥ. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ വാങ്ങിക്കുന്ന ടൂത്ത് പേസ്റ്റിന്റെ കവേഴ്സ് എടുത്തിട്ട് അതിന്റെ ഫ്ലൂറൈഡ് വാല്യൂ ഒന്ന് നോക്കാം. ചിലതിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ കാണാം എന്താണ് വില കൂടിയ ടൂത്ത് പേസ്റ്റിന് വില കൂടാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. ചില കമ്പനീൻ്റെ ടൂത്ത് പേസ്റ്റ് വളരെ വില കൂടുതലാണ്, കാരണം ഫ്ലൂറൈഡ് വാല്യൂ കുറവാണ്, പല്ലിന് വലിയ ദോഷം ഉണ്ടാക്കില്ല. വില കുറഞ്ഞ നാടൻ ടൂത്ത് പേസ്റ്റ് ഒക്കെ വാങ്ങി വില കുറവാണെന്ന് പറഞ്ഞിട്ട് 200 ഗ്രാമിന് 10 റുപ്യ കിട്ടുന്ന പേസ്റ്റ് ഒക്കെ വാങ്ങി തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് എലിവിഷം കൊണ്ട് പല്ല് തേക്കണ മാതിരി ഉണ്ടാവും, അത്രയും ഹെവി. എലിവിഷവും ഫ്ലൂറൈഡാണ്. ഓക്കെ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പല പോയിസൺസ് ഇല്ല, എലിവിഷം അതുപോലെ ഡോക്കിൽ പോലുള്ള വിഷപദാർത്ഥങ്ങളുണ്ടല്ലോ, സാധാരണ നോർമൽ നമ്മുടെ വീട്ടിലുള്ള റാറ്റ്സിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതിനൊക്കെ ഫ്ലൂറൈഡ് തന്നെയാണ് അതിൻ്റെ കണ്ടന്റ്. അത് പോയിസണസ് ആണ്. അതേ കണ്ടന്റ് ഉള്ള സാധനം എടുത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നത്. സോ ബി വെരി കെയർഫുൾ ദാറ്റ് യു യൂസ് എ ടൂത്ത് പേസ്റ്റ് ഹാവിങ് വെരി ലെസ് ഫ്ലൂറൈഡ് വാല്യൂ. അത് കവറിൽ നോക്കിയാൽ ചില കമ്പനികളുടെയൊക്കെ കാണാം. ഞാനിപ്പോൾ കുറച്ചു കാലം മുമ്പ് ഞാൻ നോക്കിയതാണ്, ഇപ്പോഴത്തെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾ പലപ്പോഴും സ്ഥിരമായിട്ട് ഒരു ബ്രാൻഡ് തന്നെ വാങ്ങുന്നവരായിരിക്കും ഇതൊക്കെ. അപ്പോൾ ഒന്ന് വാങ്ങുമ്പോൾ ചെക്ക് ചെയ്ത്, അപ്പോൾ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് വളരെ ഹൈ ഫ്ലൂറൈഡ് വാല്യൂ ഉള്ള സാധനം എടുത്തിട്ടായിരിക്കും പല്ല് തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയധികം ഞാൻ ഡെയിലി പല്ല് തേച്ചിട്ട് എൻ്റെ പല്ലിന് മുഴുവൻ അസുഖങ്ങളാണല്ലോ എന്ന് വിചാരിക്കുന്നതിൻ്റെ മെയിൻ കാരണം പക്ഷേ ഇതായിരിക്കും. ആദിവാസികൾക്ക് ചീത്ത പല്ലുണ്ടായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാവ് യു എവർ സീൻ? കാട്ടിലൊക്കെ ജീവിക്കുന്ന ട്രൈബൽ പീപ്പിളിന് അവർക്ക് ഒരിക്കലും പല്ലിന് രോഗങ്ങളില്ല, അവർ പല്ല് തേക്കുന്നുണ്ടോ? തേക്കാറുണ്ടാവോ? എന്താ നിങ്ങളെ അഭിപ്രായം? ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടാവും. എന്തുപയോഗിച്ചായിരിക്കും അവർ തേക്കുക? ഉമിക്കരി അല്ലെങ്കിൽ മാവിന്റെ ഇല പോലുള്ള ഹെർബൽ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് അവരുടെ നാട്ടിൽ നമ്മുടെ വനങ്ങളിൽ കിട്ടുന്ന, അവർ ജീവിക്കുന്ന സറൗണ്ടിങ്സിൽ കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അവർ പല്ലുതേക്കുക. അവർക്ക് പല്ലിന് യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ അവർക്ക് യാതൊരു അസുഖങ്ങളും ഇല്ല. പലപ്പോഴും നമ്മുടെ അർജുനൊക്കെ വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളാണ്. അപ്പോൾ അർജുനൊക്കെ വയനാട്ടിൽ അറിയാമല്ലേ, അവിടുത്തെ സാധാരണക്കാരൊക്കെ വളരെ ഹെൽത്തിയാണ്. ജനറലി വയനാട്ടിൽ ജീവിക്കുന്ന എസ്പെഷ്യലി ആദിവാസി കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ളവർ വെരി ഹെൽത്തി, അസുഖങ്ങൾ വളരെ കുറവാണ്. പനി പിടിച്ച് കിടക്കുന്ന ആദിവാസിനെയോ അല്ലെങ്കിൽ അതുപോലത്തെ ആളുകൾക്ക് പനി, നമ്മൾ സാധാരണ നമ്മളെ ഈ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആളുകൾ എപ്പോഴും ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുന്നു ട്രീറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു ആവശ്യമൊന്നും അവർക്ക് വരുന്നില്ല. കാരണം എന്താ, അവർ മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൂത്ത് പേസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. വാട്ടർ ഇസ് എ വെരി ഗുഡ് solvent because it is highly polar, because oxygen is involved in the formation of this compound. ഓക്സിജൻ വളരെ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്സിജൻ ഫ്ലൂറിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ കോമ്പൗണ്ട് പോളറാണ്, ഹൈലി പോളറാണ് എന്ന് മനസ്സിലാക്കാം. വേറെ പോളാർ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. HF, അതായത് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, വളരെ ഹെവി ആയിട്ടുള്ള ഒരു പോളാർ കോമ്പൗണ്ടാണ്. HBr, ഹൈഡ്രജൻ ബ്രോമൈഡ്, H2O, വാട്ടർ, ഒക്കെ ഹൈലി പോളറാണ്. ഇനി ഇതിൽ മോളിക്യൂളിൻ്റെ ഷേപ്പ് കൂടി ഇതിൽ വലിയൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു പൊളാരിറ്റി ആണ് ഒരു കോവാലൻ കോമ്പൗണ്ടിനെ ഒരു സോൾവെന്റ് ആക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആ മോളിക്യൂളിൻ്റെ ഷേപ്പും പൊളാരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഷേപ്പും പൊളാരിറ്റിയും തമ്മിൽ എന്തായിരിക്കും ബന്ധം? What could be the relationship between the shape of the molecule and the polarity?
ഞാൻ നേരത്തെ വാട്ടറിന്റെ കാര്യം പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിച്ച് പറയാം ഷേപ്പിനെ അതെങ്ങനെ സ്വാധീനിക്കും. ഒരു കറക്റ്റ് ഷേപ്പ് ആയിരിക്കില്ല, കാരണം അത് ഞാൻ തന്നെ പറഞ്ഞേക്കാം. അതായത് ഫോർ എക്സാമ്പിൾ വാട്ടറിന്റെ കാര്യം എടുക്കുക. വാട്ടറിന്റെ കാര്യത്തിൽ ഹൈഡ്രജൻ രണ്ടും എപ്പോഴും ഇങ്ങനെ അകന്നു നിൽക്കും, പക്ഷെ ഓക്സിജൻ ഈ ഹൈഡ്രജനെ വലിക്കുകയും ചെയ്യും. അപ്പൊ ഇതിനൊരു എന്താണ് ട്രയാങ്കുലർ ഷേപ്പിലേക്ക് ആ കോമ്പൗണ്ട് മാറും. സോ പോളാർ കോമ്പൗണ്ട്സിനെല്ലാം തന്നെ അങ്ങനെ നല്ല ജിയോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാകും. രണ്ട് ഹൈഡ്രജൻ രണ്ട് കോർണറിലേക്ക് മാറി നിൽക്കും, നടുവിൽ ഒരു ഓക്സിജൻ കറക്റ്റ് സെൻറ്ററിൽ നിൽക്കും, അതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടംപോലെ സ്പേസും ഉണ്ടാവും. ഇറ്റ് ലുക്സ് ലൈക്ക് എ ട്രയാങ്കിൾ. ഇപ്പോൾ വാട്ടർ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ അമോണിയ NH3 ആണ് അമോണിയ എന്ന് പറയുന്ന കോമ്പൗണ്ട്. അമോണിയ നൈട്രജൻ നടുവിൽ നിൽക്കും, 3 ഹൈഡ്രജൻ അതിന് ചുറ്റും കറക്റ്റ് ഡിസ്റ്റൻസിൽ നിൽക്കും. സോ അങ്ങനെയുള്ള കറക്റ്റ് ജിയോമെട്രിക്കൽ ഷേപ്പ് ആയിരിക്കും കൂടുതലും പോളാർ കോമ്പൗണ്ട്സിന് ഉണ്ടാകും. മനസ്സിലായോ? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് പൊളാരിറ്റി ഇൻഫ്ലുവൻസസ് ദ എന്താണ് ഡിസോൾവിംഗ് പ്രോപ്പർട്ടി ഓഫ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് സോൾവെന്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ അതിന്റെ പൊളാരിറ്റിയാണ്. അപ്പൊ അയോണിക് കോമ്പൗണ്ട്സ് ഒരിക്കലും നല്ല സോൾവെന്റ്സ് ആയിരിക്കില്ല, ശരിയല്ലേ? തീർച്ചയായിട്ടും സോൾവെന്റ്സ് ആയിരിക്കില്ല. കോവാലന്റ് കോമ്പൗണ്ട്സ് വിൽ ബി ബെറ്റർ സോൾവെന്റ്സ്. കാരണം വേറെ ഒന്നുണ്ട്, അയോണിക് കോമ്പൗണ്ട് വളരെ സ്ട്രോങ് ബോണ്ട് ആയതുകൊണ്ട് കൂടുതലും സോളിഡ്സ് ആയിരിക്കും. കോവാലന്റ് കോമ്പൗണ്ട്സ് കൂടുതലും ഗ്യാസസോ അല്ലെങ്കിൽ ലിക്വിഡ്സോ ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ അതെ സ്റ്റെബിലിറ്റി ഉണ്ട്. സ്റ്റെബിലിറ്റിയും കൂടുതലായതുകൊണ്ട് അത് വേറെ സബ്സ്റ്റാൻസസിനെ ഡിസോൾവ് ചെയ്യാനൊന്നും അതിന് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെ സോൾവെന്റ് അല്ല, സൊല്യൂട്ട്സ് എല്ലാം അയോണിക് കോമ്പൗണ്ടുകളായിരിക്കും, സോൾവെന്റ്സ് ഒക്കെ കോവാലന്റ് ആയിരിക്കും. അത് നല്ലൊരു പോയിന്റ് ആണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിട്ടുപോയതാണ്. അപ്പൊ അഭിനന്ദ എന്താണ് ജൂഡിൻ? ഇവിടുത്തെ കറണ്ടും പിന്നെ മഴയൊക്കെ നോ പ്രോബ്ലം. ഞാൻ ഇടുന്ന വീഡിയോ ക്ലാസ് ഒന്നുകൂടി കണ്ടാൽ മതി. ഇപ്പൊ സെയിം ക്ലാസ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് ഒന്നുകൂടി കാണാം. ഞാൻ ഒരു കാര്യം ജൂഡിനോട് പറഞ്ഞോട്ടെ. അർജുനോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ അർജുനെ വിളിച്ചിട്ട് നമ്മൾ സംസാരിക്കണം കേട്ടോ. ഒരു കാര്യം ഞാൻ അർജുൻ ശ്രീകാന്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ടേബിൾ 2.7 കൂടെ നോക്കിയാൽ നമുക്ക് ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ് അവസാനിപ്പിക്കാം. അത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു സമ്മിങ് അപ്പ് ആണ്. അപ്പോൾ പ്രോപ്പർട്ടീസ്, അയോണിക് കോമ്പൗണ്ടിനെ കോവലന്റ് കോമ്പൗണ്ടിനെ പ്രോപ്പർട്ടീസ്, സൊല്യൂബിലിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത്. അയോണിക് കോമ്പൗണ്ടിന്റെ സ്റ്റേറ്റ് എപ്പോഴും എന്തായിരിക്കും, ഏത് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക? ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ടേബിൾ ഒന്ന് നോക്കൂ. ടേബിൾ 2.7 ഏത് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക? സോളിഡ് സ്റ്റേറ്റിലായിരിക്കും അല്ലെ. കോവാലന്റ് കോമ്പൗണ്ട് ആണെങ്കിലോ കൂടുതലും ലിക്വിഡ് ആൻഡ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. സോളിഡ് സ്റ്റേറ്റിൽ കുറവാണ്. ഇവിടെ സോളിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സോളിഡ് നമ്പേഴ്സ് കോവാലന്റ് കോമ്പൗണ്ടും സോളിഡും ആയിട്ടുള്ളത് വളരെ എണ്ണം കുറവാണ്. ലിക്വിഡും ഗ്യാഷ്യസ് സ്റ്റേറ്റിലും ആയിരിക്കും കൂടുതൽ. ഇനി സൊല്യൂബിലിറ്റി ഇൻ വാട്ടർ, അയോണിക് കോമ്പൗണ്ട് എന്താവും? വാട്ടറിൽ സൊല്യൂബിൾ ആവോ? കാരണം എന്താണ്? അയോണിക് കോമ്പൗണ്ട് ഒരു അയണിക് ആണ്, വാട്ടർ എന്ന് പറയുന്ന ഒരു കോവാലന്റ് ആണ്. എപ്പോഴും അയണിക് കോമ്പൗണ്ട് കോവാലന്റ് കോമ്പൗണ്ടിൽ സൊല്യൂബിൾ ആയിരിക്കും. അതുകൊണ്ട് നേരത്തെ അഭിനന്ദ പറഞ്ഞതുപോലെ അയണിക് കോമ്പൗണ്ട് ഒരു സൊല്യൂട്ട് ആയിരിക്കും, കോവാലന്റ് കോമ്പൗണ്ട് ഒരു സോൾവെന്റും ആയിരിക്കും. അതേസമയം മറ്റ് കോവാലന്റ് കോമ്പൗണ്ട്സുകൾ ഒരിക്കലും വാട്ടറിൽ ഡിസോൾവ് ചെയ്യില്ല. കാരണം എന്താ? ഒരു കോവാലന്റ് കോമ്പൗണ്ട് മറ്റൊരു കോവാലന്റ് കോമ്പൗണ്ടിൽ എന്ത് ചെയ്യില്ല? ഡിസോൾവ് ചെയ്യില്ല. ഓക്കെ. പക്ഷേ കോവാലന്റ് കോമ്പൗണ്ട് ചില ഓർഗാനിക് സോൾവെന്റ്സിൽ ഡിസോൾവ് ആവും. ഓർഗാനിക് സോൾവെന്റ് എന്ന് പറയുന്നത് വാട്ടർ അല്ല, മറ്റു ചില സോൾവെന്റ്സിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുക. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കെറസിൻ, മണ്ണെണ്ണ, കാർബൺ ടെട്രാക്ലോറൈഡ് CCl4, ബെൻസീൻ, ഇതൊക്കെ പെട്രോളിയത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. പെട്രോളിയം ബൈ പ്രൊഡക്ട്സ് ആണ്. പെട്രോളിയത്തിന്റെ ഉപോൽപ്പന്നങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓർഗാനിക് സോൾവെന്റ്. അങ്ങനെയുള്ള പെട്രോളിയം സോൾവെന്റ്സിൽ ഈ കോവാലന്റ് കോമ്പൗണ്ടുകളെ നമുക്ക് ഡിസോൾവ് ചെയ്യിക്കാൻ കഴിയും. അതേസമയം അയണിക് കോമ്പൗണ്ടുകളെ ഒരുവിധം എല്ലാ കോവാലന്റ് കോമ്പൗണ്ടുകളും നമുക്ക് ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ഇൻ അക്വസ് ആൻഡ് മോൾട്ടൺ സ്റ്റേറ്റ്സ്. അതായത്
അയണിക് കോമ്പൗണ്ടിനെ നിങ്ങൾ ഉരുക്കി അല്ലെങ്കിൽ അതിനെ ഒരു ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുക. ചൂട് അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ ഉരുക്കിയാൽ അത് ലിക്വിഡ് സ്റ്റേറ്റ് ആയി മാറും. അങ്ങനെയുള്ളപ്പോൾ അത് നന്നായിട്ട് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യും. അയണിക് കോമ്പൗണ്ടിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഉപ്പ് നന്നായിട്ട് ഇലക്ട്രിസിറ്റിനെ കൺവേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് കടൽ വെള്ളത്തിൽ കൂടുതൽ പെട്ടെന്ന് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും അല്ലേ. നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഉപ്പ് വെള്ളം നനഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഷോക്ക് അടിക്കും. കാരണം salt is a very good conductor of electricity because it is highly ionic ആയിട്ടുള്ള നേച്ചറുള്ള കോമ്പൗണ്ട് ആണ് സോഡിയം ക്ലോറൈഡ് സാൾട്ട് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അതുപോലെ കോവാലന്റ് കോമ്പൗണ്ട് അത്ര നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, വാട്ടർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ലേ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. നനഞ്ഞ കൈകൊണ്ട് നിങ്ങൾ സ്വിച്ചിൽ പിടിക്കുമ്പോൾ ഷോക്ക് അടിക്കുന്നു. നനഞ്ഞ സ്ഥലത്ത് ചെരുപ്പില്ലാണ്ട് നിന്നിട്ട് ഇലക്ട്രിക് സ്വിച്ചിൽ പിടിച്ചാൽ ചിലപ്പോൾ ഷോക്ക് അടിക്കുമ്പോൾ അതെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, വാട്ടർ ഒരു നല്ല കണ്ടക്ടർ അല്ലേ എന്നൊരു സംശയം പലർക്കും ഉണ്ടാകും. പക്ഷെ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന വാട്ടർ എന്ന് പറയുന്നത് പ്യുവർ വാട്ടറിനെ പറ്റിയാണ്. ഡിസ്റ്റിൽഡ് വാട്ടർ, പ്യുവർ, വേറെ ഒരു ഇംപ്യൂരിറ്റീസും ഇല്ലാത്ത വാട്ടർ ആണെങ്കിൽ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അത് കോവാലന്റ് കോമ്പൗണ്ട് ആണ്. പക്ഷെ അങ്ങനെയുള്ള വാട്ടർ ഉണ്ടോ നിത്യജീവിതത്തിൽ? ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള അത്രയും പ്യുവർ ആയിട്ടുള്ള വാട്ടർ ഉണ്ടാവോ? അതെ, ഞാൻ ചോദിച്ച ചോദ്യം അതല്ല. നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ എവിടെയെങ്കിലും അത്രയും പ്യുവർ ആയിട്ടുള്ള വാട്ടർ കിട്ടോ? ഇല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. റെയിൻ വാട്ടർ ഭൂമിയിൽ എത്തുമ്പോഴേക്കും അതിൽ ഒരുപാട് സാധനങ്ങൾ ഇംപ്യൂരിറ്റീസ് കലർന്നിട്ടുണ്ടാവും. റെയിൻ വാട്ടറിലും എയറിലൊക്കെയുള്ള പല സാൾട്ട്സും കാര്യങ്ങളൊക്കെ മിക്സ് ആയിട്ടാണ് അത് ഭൂമിയിലേക്ക്. പ്യൂരിറ്റി വളരെ വാട്ടർ പ്യൂരിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 ആണ്. ഒരു സ്ഥലത്തും കിട്ടുന്ന വാട്ടറിന് 100% പ്യൂരിറ്റി ഉണ്ടാവില്ല. അപ്പൊ അത് നമുക്ക് ഷോക്ക് തരും, അതിനുള്ളിൽ വേറെ സാൾട്ട്സ് ഡിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതിന് വേരിയേഷൻ വരും. എത്ര പ്യൂരിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിന് നമ്മൾ സാധാരണ ഇതിൽ പറയുമല്ലോ, നമ്മൾ സാധാരണ വാട്ടറിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉപ്പ് വെള്ളത്തിൽ പാസ് ചെയ്യും. അതിന് കാരണം അതാണ്, ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ വെള്ളത്തിലേക്ക് അയണിക് കോമ്പൗണ്ട് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അതിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുക. പ്യുവർ വാട്ടർ അത് ഓൾമോസ്റ്റ് അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനത്തെ പ്യുവർ വാട്ടർ മാത്രം അത്ര നന്നായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഡിസ്റ്റിൽ വാട്ടർ കുടിക്കാൻ കഴിയുന്നതാണോ? ഡിസ്റ്റിൽ വാട്ടർ തീർച്ചയായിട്ടും കുടിക്കാൻ കഴിയും. അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. അതിൽ ഇംപ്യൂരിറ്റീസ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ കുടിക്കുന്നതൊന്നും ഡിസ്റ്റിൽഡ് വാട്ടർ അല്ല എന്ന് പറയും. പക്ഷെ പലപ്പോഴും കുറച്ച് ഇംപ്യൂരിറ്റീസ് ഒക്കെ ഉള്ള വെള്ളം കുടിച്ച് ശീലിക്കുന്നതാണ് നല്ലത്. കാരണം 100% പ്യുവർ വാട്ടർ ഒക്കെ കുടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അതല്ലാത്ത വാട്ടർ കുടിക്കുമ്പോൾ പെട്ടെന്ന് പ്രശ്നങ്ങളുണ്ടാകും. കുറച്ചൊക്കെ പ്യൂരിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന് ഒരു അഡാപ്റ്റബിലിറ്റി ഉണ്ട്, നമ്മളതുമായിട്ട് അഡ്ജസ്റ്റ് ആണ് അല്ലേ? ശരിയല്ലേ? മഴയത്തും വെയിലത്തും ഇറക്കാതെ കുട്ടികളെ വീട്ടിനുള്ളിൽ തന്നെ ഇരുത്തി വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളർത്തുന്ന പേരൻസിന്റെ കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും. അതിന്മേ കുറച്ച് മഴയും വെയിലൊക്കെ കൊണ്ട് നനഞ്ഞ പാടത്തും പറമ്പിലും കുളക്കടവിലും അവിടെയൊക്കെ കളിച്ച് മറിഞ്ഞ് മഴയും കൊണ്ട് നടക്കുന്ന കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ബോംബെയിലൊക്കെ പോയി നോക്കിയാൽ അവിടെ ചേരിയിലൊക്കെ പട്ടിണിയും കരിവട്ടവും ഡ്രസ്സ് പോലും ഇല്ലാണ്ട് ചെളിയിൽ കുത്തിമറിഞ്ഞ് കിടക്കുന്ന വളർന്ന കുട്ടികളെ കാണാം. അവർക്കൊന്നും ഒരു അസുഖം ഉണ്ടാവില്ല. കാരണം നേച്ചർ അങ്ങനെയുള്ളവർക്കൊരു റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അവരതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യും. അവർക്കിതൊന്നും ഒരു വിഷയമല്ല മഴ കൊണ്ടുപോകും. നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് മഴ കൊണ്ടാൽ നമ്മുടെ പാരൻസ് ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. കുട്ടികളെ മഴ കൊള്ളാൻ സമ്മതിക്കില്ല. സ്കൂളിലേക്ക് വേണ്ടി വന്നാൽ അവർ ബൈക്കൊക്കെ ക്ലാസ്സിലേക്ക് കയറ്റാൻ തയ്യാറാണ്. പിന്നെ ആ സ്റ്റെപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ കയറ്റാത്തത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ പേരൻസേ ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. ചിലപ്പോൾ കുട്ടികൾക്ക് തന്നെ വിഷമാവുന്ന അത്രയും പ്രൊട്ടക്റ്റീവാണ് പേരൻസ്. നിങ്ങളെ വേണ്ടി വന്നാൽ തോളിലെടുത്ത് ക്ലാസ്സിൽ കൊണ്ടുവന്ന് വിടാൻ അവർ തയ്യാറാണ്. പിന്നെ മറ്റു കുട്ടികളുടെ മുന്നിൽ മോശമാക്കണമല്ലോ എന്ന് കരുതിയായിരിക്കും. അത്ര പ്രൊട്ടക്ഷൻ നല്ലതല്ല. ഓക്കെ, കുറച്ചൊക്കെ റഫായിട്ടൊക്കെ ജീവിച്ച് പഠിക്കുക. അത് ഭാവിയിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഈ ഒരു എക്സാമൊക്കെ നടക്കുമ്പോൾ ഞാനിപ്പോഴും കാണുന്നുണ്ട്. അതായത് നമ്മുടെ സ്കൂളിൽ PSC പരീക്ഷയൊക്കെ നടക്കുമ്പോൾ 21-22 വയസ്സുള്ള ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഏട്ടന്മാരെ ചേച്ചിമാരൊക്കെ ഒന്നാണ് പരീക്ഷ എഴുതുന്നത്. പക്ഷെ അവരെ അമ്മമാരെ ചോറൊക്കെ വാരി കൊടുക്കുന്നതാണ് പരീക്ഷയ്ക്ക് മുന്നേ. അമ്മമാർക്ക് അപ്പോഴും അവർ കുട്ടികൾ തന്നെയാണ്. അത് മോശം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത്ര പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അത്ര കെയറിങ് കൊടുത്താൽ പിന്നെ അവർക്ക് ജീവിതത്തിലുള്ള ക്രൈസിസിനെ ഒന്നും ഫേസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ശരിയല്ലേ? നമ്മൾ കുറച്ച് മെന്റലി ആൻഡ് ഫിസിക്കലി റഫ് ആൻഡ് ടഫ് ആയിട്ട് തന്നെ നമ്മൾ വളർന്നു. എന്നാലേ നമുക്ക്
അഡാപ്റ്റബിലിറ്റി, ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാനൊരു കഴിവുണ്ടാകും. ഓക്കെ, അതുകൊണ്ടൊക്കെ നമ്മൾ സ്കൂളൊക്കെ തുറന്നാൽ ഞാൻ ഇടയ്ക്ക് നല്ല ചീത്തയൊക്കെ പറയും കേട്ടോ, നിങ്ങളാരും വിഷമിച്ചിട്ട് കാര്യമില്ലാവില്ലേ, അത് ഇതിന്റെ ഭാഗമാണെന്ന് ഓർത്താമോ. അത് കുഴപ്പമില്ലല്ലോ അല്ലേ, കുറച്ച് ചീത്ത കേട്ട് വളരണ്ടേ അല്ലേ, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം, അനാവശ്യമായിട്ട് ഒരു പ്രശ്നമില്ല, എപ്പോഴും ഫ്രണ്ട്ലി ആണ്. പിന്നെ ചില സമയത്ത് ദേഷ്യം വന്നാൽ ചിലപ്പോൾ നമ്മൾ പ്രകടിപ്പിക്കും. സാറെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിക്കില്ല, അത് ഇതിൻ്റെ ട്രെയിനിങ്ങിന്, അത് നിങ്ങളുടെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമാണ് അല്ലേ. നമ്മൾ ഫുൾ ടൈം എല്ലാവരും സോപ്പ് അടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആ വ്യക്തിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെറിയൊരു ശിക്ഷയൊക്കെ ഇടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അടുത്താണ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അതും കൂടി പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് അയോണിക് കോമ്പൗണ്ടിന് വളരെ ഹൈ ആയിരിക്കും. അതിനെ ഉരുക്കിയെടുക്കാനുള്ള നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ടെമ്പറേച്ചർ, അതിനെ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ മാറ്റാൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ അയൺ എടുക്കുക, ഇരുമ്പ് 300 മേലെ ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാൽ മാത്രമേ അയൺ ഉരുകുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ ഹൈ ആണ്. അതിനെ ഉരുക്കിയെടുക്കുക, ലിക്വിഡ് ആക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അത്രയും ഹീറ്റ് നിങ്ങൾ സപ്ലൈ ചെയ്യേണ്ടി വരും. അതേസമയം കോവാലന്റ് കോമ്പൗണ്ട്, നമ്മുടെ പാവം വാട്ടറിന്റെ കാര്യം എടുക്കുക, അതിനെ പെട്ടെന്ന് നിങ്ങൾക്ക് തിളപ്പിക്കാൻ പറ്റും. ശരിയല്ലേ? ലോ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഈ ടേബിളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ ഏരിയന്റെ ഒരു മൊത്തം ഒരു സമ്മറി എന്ന് പറയുന്നത്. അപ്പം ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലം മൈൻഡപ്പ് ചെയ്യാം എന്ന് തോന്നുന്നു. അപ്പം മൺഡേ ഞാൻ പറഞ്ഞ കാര്യം അർജുൻ ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം. ജൂഡിൻ അർജുനെ വിളിച്ച് സംസാരിക്കണം. അഭിനന്ദ് വി, അഭിനന്ദ് ടി കെ, അതുപോലെ നമ്മുടെ കൈലാസ്നാഥ് ഈ മീറ്റിംഗിൽ വന്നിട്ടുണ്ട്. കൈലാസ്നാഥും അതിനോട് സഹകരിക്കണം. നിങ്ങൾ അർജുൻ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഓക്കെ, ഓക്കെ. അപ്പൊ താങ്ക് യു. ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കും. നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.